വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം വീണ്ടും പ്രതിസന്ധിയിൽ. ബേലൂർ മഗ്ന കർണാടക വനത്തിൽ തുടരുന്നതാണ് ദൗത്യത്തിന് തിരിച്ചടിയാകുന്നത്. കേരളത്തിന്റെ വനമേഖലയിൽ എത്തിയാലേ ആനയെ മയക്കുവെടി വെക്കാൻ ദൗത്യസംഘത്തിന് സാധിക്കൂ എന്നതാണ് വെല്ലുവിളി. കൂസലില്ലാതെ 11ാം ദിവസവും ആളെക്കൊല്ലിക്കാട്ടാനയുടെ സ്വൈര്യവിഹാരം. കർണാടക വനാതിർത്തിയിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ മച്ചൂർ മേഖലയിലാണ് നിലവിൽ ബേലൂർ മഗ്ന നിലയുറപ്പിച്ചിരിക്കുന്നത്. കബനി നദി നീന്തിക്കടന്നാണ് ആന കർണാടക വനത്തിലെത്തിയത്. മയക്കുവെടി വെക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി ട്രാക്കിംഗ് ടീം പിന്നാലെയുണ്ടെങ്കിലും കർണാടക വനത്തിൽ ദൗത്യം പൂർത്തിയാക്കാനാകില്ല. ആന തിരിച്ച് കേരള വനമേഖലയിൽ എത്തിയാൽ മാത്രമേ മയക്കുവെടി വെക്കാനാകൂ എന്നതാണ് ദൗത്യസംഘം നേരിടുന്ന പ്രധാന വെല്ലുവിളി. കർണാടക വനം വകുപ്പും ബേലൂർ മഗ്നയെ നിരീക്ഷിച്ചു വരികയാണ്. കർണാടകയിൽ നിന്നുള്ള 25 അംഗ ടാസ്ക് ഫോഴ്സും ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള സംഘവും ആനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം തുടരുകയാണ്. മുള്ളു പടർന്ന അടിക്കാടാണ് ആനയെ പിടികൂടാനുള്ള ദൗത്യത്തെ ബാധിക്കുന്നത്. ആന ഒരിടത്തും നിൽക്കാതെ സഞ്ചരിക്കുന്നതും വെല്ലുവിളിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആനയുടെ തൊട്ടടുത്ത് ദൗത്യസംഘം എത്തിയിരുന്നെങ്കിലും മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. 11ാം ദിവസവും ആളെക്കൊല്ലിക്കാട്ടാനയെ പിടികൂടാൻ കഴിയാത്തതിൽ നാട്ടുകാരും കടുത്ത പ്രതിഷേധത്തിലാണ്. റിപ്പോർട്ടർ, വയനാട്.